എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ അംഗം അട്ടഹാസം സിനിമാ ടീമിൻ്റെ നമസ്കാരം. മെയ് 8 റിലീസായ സിനിമയാണ് അംഗം അട്ടഹാസം. മാധവ്, സുരേഷ്, ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ് അങ്ങനെ ഒരു വലിയ താരനിര അണിനിരുന്ന ഒരു ആക്ഷൻ മൂവിയായിരുന്നു. മലയാള സിനിമയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ചില പ്രവണതകളാണ് ആ സിനിമ റിലീസായപ്പോൾ ആ സിനിമയ്ക്ക് മേൽ സംഭവിച്ചത്. ഒരു വലിയ എമൗണ്ടും അതുപോലെ തന്നെ ഒരു വലിയ ഈ ആൾക്കാരുടെ ഒരു അധ്വാനവും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തൊരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആ സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്ന ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത, ഒരിക്കലും മലയാള സിനിമയിൽ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലാത്ത, ഒരിക്കലും ഈ നടക്കാൻ പാടില്ലാത്ത ചില മോശം പ്രവണതകൾ. അപ്പോൾ അതിനെതിരെയാണ് സംസാരിക്കാൻ പോകുന്നത്. മാധവ്, സുരേഷ്, പ്രൊഡ്യൂസർ അനിൽകുമാർ ജി, ഇനിയൊരു പ്രൊഡ്യൂസറോട് ഉള്ളത് യുഎസിലാണ്, സാമുവൽ മത്തായി. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അദ്ദേഹം എന്താണ് പറയാനുള്ളത് നോക്കാം. ഇത് എൻ്റെ രണ്ടാമത്തെ മൂവിയാണ്. ഇത് അംഗം അട്ടഹാസം എന്ന ഈ മൂവി ഞാനും സുജിത് എസ് നായർ എന്ന ഡയറക്ടറും കൂടെ ചേർന്ന് കഥ എഴുതി നിർമ്മിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൽ ഏതാണ്ട് 1 വർഷത്തോളം നമ്മുടെ പ്രയത്നമാണ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നഷ്ടമായത്. ഏതാണ്ട് 200ഓളം ആൾക്കാർ നേരിട്ടും അല്ലാതെയും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 4,50,00,000 രൂപയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മൂവി നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ മൂവി 8-ാം തീയതി റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ആദ്യത്തെ ഷോ രാവിലെ 10 മണിക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു. അത് എറണാകുളം വനിതാ തിയേറ്ററിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ 6-ാം തീയതി നമ്മൾ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുകയും, എന്നാൽ ഈ വനിതാ തിയേറ്ററിലെ ബുക്കിംഗ് ശ്രമിക്കുമ്പോൾ അത് നടക്കാതെ വരികയും ചെയ്തിട്ടുണ്ട്. ഷോയുടെ ടൈം 12:45 കാണിക്കുകയും നമ്മളോട് 10 മണിയെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 മണിക്ക് പ്ലാൻ ചെയ്യുകയും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പിന്നെ അത് സിസ്റ്റം എന്തോ എററാണ്, പറ്റുന്നില്ല, ഉടൻ തന്നെ മാറ്റും എന്ന് പറയുകയും കൃത്യം അന്നേ ദിവസം 8-ാം തീയതി 9 മണിക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ പിന്നെ ഷോ ടൈം 12:45 എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർക്ക് പോലും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതെന്താണ് അതിൻ്റെ പിന്നിലെ കാരണം എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒന്ന്. രണ്ടാമതായിട്ട്, ഈ മൂവി അറിയാമല്ലോ, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു സിനിമ നമ്മൾ റിലീസ് ചെയ്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് കുറച്ച് യൂട്യൂബേഴ്സ്, നമ്മളെല്ലാവരും പറയുന്നില്ല, കുറച്ച് യൂട്യൂബേഴ്സ് ഇതിൻ്റെ കഥ അങ്ങ് പറയുകയാണ്, മൂവിയുടെ കഥ വെളിപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് കമൻസ് പറയാം, പോസിറ്റീവ് കമൻസ് പറയാം, ഒരിക്കലും കഥ പറയാൻ പാടില്ല. ഓക്കെ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു ക്യാരക്ടറെ റിവീൽ ചെയ്യുന്നത് ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും. അപ്പോൾ അത് ആദ്യമേ തന്നെ ഒരു ഷോ കഴിഞ്ഞ ഉടനെ അവർ വന്നിട്ട് ഇന്ന ക്യാരക്ടർ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറയുകയും, അത്തരത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കും അറിയാം. സ്വാഭാവികമായിട്ടും പിന്നെ ആ സിനിമ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കുറയും. സ്വാഭാവികമായിട്ടും 150 രൂപ കൊടുത്ത് ഒരാളൊരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് 150 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അല്ലേ? തീർച്ചയായിട്ടും കിട്ടിയേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇതിലെ കഥ നമുക്കറിയാം, അതിലെ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഒരിക്കലും 150 രൂപ ഞാനാണെങ്കിലും കൊടുക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ
ഇപ്പോൾ നമ്മളിപ്പം 150 രൂപ കൊടുത്താൽ നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ശരിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്നത് അശ്വന്ത് ഗോക്ക്, 2 ഉണ്ണി വ്ളോഗ്. പിന്നെ ഈ അശ്വന്ത് ഗോക്ക് എന്താണ് എനിക്കുണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത്, നഷ്ടം ചെറുതല്ല. പുള്ളിയുടെ വ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 ലക്ഷം. 2.5 ലക്ഷം എന്ന് പറയുമ്പം ഇപ്പോൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മിനിമം 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 25 ലാക്സ് ആൾക്കാരിൽ ഇത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ 25 ലാക്സിൽ മിനിമം 10 ലക്ഷം പേര് ചിലപ്പോൾ മൂവി കാണുന്നവരായിരിക്കും. ഓക്കെ, അപ്പം 10 ലക്ഷം പേര് മൂവി കാണുന്നവരിൽ പിൻവലിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്താണ് നേട്ടം എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഈ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഓക്കെ, ഇത് ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ സൈബറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിലൊരു ശരിയാവണ്ണം അവർക്ക് കേസെടുക്കാനുള്ളൊരു റൈറ്റ് അതിലില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ശരിയാണ്, ഇതിൽ എനിക്ക് സിവിൽ ലയബിലിറ്റി ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം എനിക്കാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് CM-ന് പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. സിവിൽ കേസ് തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. കോടതി ഫീസ് അടച്ചുകൊണ്ട് സിവിൽ കേസ് തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. കാരണം ഇനി ഒരാളിനും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കാര്യം ഇപ്പോൾ 4.5 കോടി രൂപ മുടക്കിയതിന് ശേഷം എനിക്ക് ഈ കോർട്ട് ഫീസ് കൂടെ അടച്ച് ഈ സിനിമ വൈൻഡപ്പ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം. ഓക്കെ, ഇപ്പം ഇതിൽ എന്ന് വെച്ചാൽ വൈൻഡപ്പ് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്, സമ്മതിച്ചില്ലെങ്കിൽ. ഓക്കെ, ഇപ്പോൾ സമ്മതിക്കാൻ ഇപ്പോൾ ആർക്കും ആരുടെയും സ്വാതന്ത്ര്യത്തൊന്നും തടഞ്ഞു വെക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവർക്കും ഇപ്പോൾ വാസ്തവത്തിൽ ഇപ്പം ഒരാളിന് ഇപ്പോൾ നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് വേറൊരാളിനെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടോ നമ്മുടെ അഭിപ്രായം പറയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് ഞാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ മാത്രമേ നമ്മൾ ഈ മൂവി റിലീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുവൈറ്റിലിരുന്നും കൊണ്ട് ഈ മൂവി ഖത്തറിലിരുന്നും കൊണ്ട് ഒരു യൂട്യൂബർ മൂവി കണ്ടുവെന്നും ഇത് വളരെ മോശം മൂവിയാണെന്നും, അത് കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ. പക്ഷെ കാണാതെ പറയുന്നത് എങ്ങനെയാണ്? മൂവി മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുകയും വേണമല്ലോ. അല്ലാതെ ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു. അത് പിന്നെ നെയിം എന്ന് പറയുന്നത് മജു ജേക്കബ്. ഓക്കെ, മജു ജേക്കബ് എന്ന് പറയുന്നത് ഖത്തറിലിരുന്നും കൊണ്ട് മൂവി കഴിഞ്ഞ ഉടനെ പിന്നെ ഇത് സ്റ്റോറി ഫുൾ പറയുക, പിന്നെ ഇത് ഇന്ന ക്യാരക്ടർ ഇന്നത് ചെയ്തു, ഇന്ന ക്യാരക്ടർ ഇന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് റിവ്യൂസ് ഇടുക. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടം എനിക്കുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ്. ഞാൻ ഇതിനോടുള്ള പാഷൻ കാരണം തന്നെയാണ് ഞാൻ ഈ മൂവി ചെയ്യുന്നത്. ശരിക്കും സിനിമയെ ഞാൻ ബിസിനസ്സായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയാൽ പിന്നെ എനിക്ക് ഇതിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാനെന്നല്ല വേറൊരു വ്യക്തി വന്നാലും നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നിലവിലുള്ളവർ മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിലവിലുള്ളവർ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ തൊഴിൽ സാധ്യത കുറയും. അവർക്ക് കൃത്യമായിട്ടും അവർക്കൊരു പ്ലാനിങ് ഉണ്ട്. മീൻസ് അവർക്കറിയാം ഇതിൽ എങ്ങനെയാണ് ഇതിൽ ഏൺ ചെയ്യേണ്ടതെന്ന്. അവരുടെ എക്സ്പീരിയൻസ് വഴി അവർക്കറിയാം. അവർ കൃത്യമായിട്ടും അത് നേടും. പക്ഷേ എന്നെ സംബന്ധിച്ച് അതല്ല. ഇനിയിപ്പോൾ ഒരു 3ാമതൊരു മൂവി ചെയ്യുക എന്ന് പറയുന്നത്, ഇതിൽ നിന്നും ഏൺ ചെയ്തില്ലെങ്കിൽ 3ാമതൊരു മൂവി ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഓക്കെ, എന്ന് വെച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് പിൻവാങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ല. തുടർന്ന് മൂവി ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പിന്നെ മാധവനെ സംബന്ധിച്ച് മാധവ് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ മാധവനെ ടാർഗറ്റ് ചെയ്ത് ആണ് ഈ മൂവി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, മാധവിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഭാഗം മീൻസ് മാധവ് ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തു. മാധവ് തീർച്ചയായിട്ടും ഇതിൽ എന്നോട് കോപ്പറേറ്റീവ് ആണ്.
അതാണല്ലോ ഇപ്പോഴും നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും മാധവന്റെ പാട്ടെല്ലാം മാധവ് നന്നായിട്ട് ചെയ്തു. പക്ഷേ പിന്നെ മാധവ് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എന്ന് പറയുന്നതിലും അർത്ഥമില്ല. കാരണം ഇവിടെ ഒരു സൈജു കുറുപ്പ് ഉണ്ട്, പിന്നെ ഷൈൻ ടോം ഉണ്ട്. സൈജു കുറുപ്പാണെങ്കിലും ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പ് എന്നോട് വളരെ പൊളൈറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഷൈൻ ടോം, ഇവിടെ എല്ലാവരും പറയുന്നത് ഷൈൻ ടോം ലൊക്കേഷനിൽ ഭയങ്കര പ്രശ്നമാണെന്ന്. ഒരു പ്രശ്നവുമില്ലായിരുന്നു, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളുമായിട്ട് എഗ്രി ചെയ്ത ഡേയ്സിനേക്കാളും 2-3 ഡേയ്സ് എക്സ്ട്രാ തന്നു. അപ്പോൾ അത്രയും ഇതായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത വ്യക്തിയാണ്. സൈജു കുറുപ്പാണെങ്കിലും അതുപോലെ തന്നെ, ചേട്ടാ ഇനി വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് കൂടെ നിന്നിട്ടുണ്ട്. മാധവാണെങ്കിലും നമ്മളിപ്പം മാധവനോട് നമ്മൾ പറയുകയാണ് നാളെ 10 മണിക്കാണ് ഷൂട്ട്, കൃത്യമായിട്ട് മാധവ് എത്തുകയും അതിന് വേണ്ടിയിട്ട് നമ്മളുമായിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഓരോ സമയങ്ങളിലും പിന്നെ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഈ അവസാന നിമിഷത്തും കൂടെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ഈ പടമൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നത് ഇപ്പോഴും കൂടെയുണ്ട്. എന്തിനും ചേട്ടാ ഞാൻ കൂടെ ഉണ്ട്, ചേട്ടൻ വിഷമിക്കണ്ട എന്ന് പറയാറുണ്ട്. അപ്പോൾ അതെല്ലാം വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറച്ചിലിൽ മാത്രം നമ്മളെ കാര്യം ഒതുങ്ങുന്നില്ലല്ലോ. എൻ്റെ ഫിനാൻഷ്യൽ ലോസ് തന്നെയാണല്ലോ. അപ്പം ഓക്കെ, ഇത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ പൊക്കോട്ടെ, ഞാൻ പറയുന്നത് സംഭവിച്ചു പോയി പോട്ടെ. പക്ഷേ വേറൊരാളിന് ഇനി ഇത് ഉണ്ടാകരുത്, അതാണ് ഇതിലെ പരമപ്രധാനം. പിന്നെ അടുത്ത് എന്ന് പറയുന്നത്, ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത്തരത്തിൽ നമ്മൾ നീങ്ങിയിട്ടുണ്ട്. CM-ന് നാളെ പരാതി കൊടുക്കുന്നുണ്ട്, ഇന്ന ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. അപ്പം ഇവർക്ക് ആരാണ് ഇതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ കഥ പറയാനായിട്ട്? ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടോ? ഇവർ വന്നിട്ട് മൂവി കണ്ടിട്ട് പിന്നെ കഥ പറയണം അല്ലെങ്കിൽ അങ്ങനെ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇത്ര കിട്ടിയില്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയും എന്ന് പറയുന്നത് അത് എന്തിനാണ് ഇവർ ഇങ്ങനെ പറയുന്നത്? അത് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ആൾ വഴിയാണ് പേയ്മെന്റ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒരു തെളിവ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. പക്ഷെ നമുക്ക് തെളിവ് കൊടുക്കാൻ പറ്റും. എനിക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കിയതിന് തെളിവ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അംഗം അട്ടഹാസം എന്ന മൂവിയിലൂടെ സംഭവിച്ച ഒരു കാര്യം ഭാവിയിൽ വരുന്ന പ്രൊഡ്യൂസർക്ക് ഗുണം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയും. ഓക്കെ, അപ്പം അത് ഞാനിവിടെ പറയുകയാണ്. എൻ്റെ മൂവി ഞാൻ റിലീസ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് മാറ്റിക്കൊണ്ട്, അതായത് ഇതിൻ്റെ ക്യാരക്ടർ ഒക്കെ റിവീൽ ചെയ്തല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ട് നമ്മളിത് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 8-ാം തീയതി റിലീസ് ചെയ്ത മൂവി 13-ാം തീയതി നമ്മൾ തിരിച്ച് പിന്നെ ഷോ നിർത്തി നമ്മൾ ഒരു തിയേറ്ററിലും പിന്നെ ഓടിക്കണ്ട എന്ന് തീരുമാനം എടുക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അത്തരത്തിൽ ഇനി ഒരാളിനും അത് ഉണ്ടാകണ്ട. റിലീസ് നമ്മൾ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. മാധവും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. എൻ്റെ ഡയറക്ടർ സുജിത് എസ് നായർ, അറിയാമല്ലോ, ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ഇപ്പം ഫിനാൻസ് എൻ്റെതാണെങ്കിൽ സ്ട്രഗിള് എനിക്കൊപ്പം അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെക്കാൾ മേലെ സുജിത്ത് എടുത്തിട്ടുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം. നമ്മൾ ഒന്നിച്ച് ആണ് ചെയ്യുന്നത്, കൂട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു ത്രില്ലർ എന്നതിൽ ഉപരി അതായത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലെ അതായത് നിയമത്തിനെ ഒന്നും അനുസരിക്കാതെ നടക്കുന്ന കുറച്ച് വ്യക്തികൾ നമുക്ക് വ്യക്തിപരമായിട്ടും അറിയാം, അല്ലാതെയും അറിയാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അവരുടെയൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ വീടുകളിൽ എന്താണ് നടക്കുന്നത്, ശരിക്കും നമ്മൾ പുറത്ത് കാണുന്ന കാഴ്ചയൊന്നും അല്ലല്ലോ വീട്ടിനുള്ളിൽ. അപ്പോൾ അവരുടെ വീടുകളിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഒരാളിന് സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ നേരിട്ട് ശരിയായ ആസ്വാദകർക്ക് ഒരു കൃത്യതയോടുകൂടി വന്ന് കാണുവാനോ ഒന്നും ഇത്തരത്തിലുള്ള യൂട്യൂബിൽ സമ്മതിച്ചിട്ടില്ല. ശരിക്കും ഇത്തരത്തിൽ ഉണ്ടായത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി എന്തെങ്കിലും പിന്നെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മാധവന് പറയാനുള്ളത് ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോയിന്റ്സ് അല്ലാതെ എനിക്ക് പുതിയതായ ഒരു കാര്യം പറയാൻ വളരെ ചുരുക്കേ കാണത്തുള്ളൂ. എല്ലാവരും ആദ്യമേ ഈ സിനിമ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കഥ, ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു പ്ലോട്ട് പോലെ റിവ്യൂസിൽ വന്ന് യൂട്യൂബിൽ ഒരു വൈഡ് സ്പ്രെഡ് ക്രൗഡിന് ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ സിനിമ എടുത്തതിൻ്റെ പേർപ്പസ് തന്നെ എല്ലാ രീതിയിലും ഇല്ലാതാവും. അതായത് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറാണ് അദ്ദേഹം ഒരു വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോർപ്പറേറ്റ് സൈഡിലുള്ള ഫണ്ടിങ്ങോ ഒന്നുമല്ല. അദ്ദേഹം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കിയ ഒരു സിനിമയുടെ തിരിച്ച് കളക്ഷൻ, അതായത് ആൾക്ക് റിട്ടേൺസ് കിട്ടേണ്ട ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും അതിനെ മുടക്കുന്ന രീതിയിലായിരുന്നു ഈ റിവ്യൂസ് വന്നത്. അല്ലാതെ ഒരു പ്രേക്ഷകൻ എൻ്റെ പെർഫോമൻസോ അല്ലെങ്കിൽ സിനിമയുടെ ഔട്ട്പുട്ടിനെയോ കണ്ടിട്ട് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വിലയിരുത്തിയോണ്ടല്ല നമ്മൾ ഇരുന്ന് പറയുന്നത്. സിനിമയുടെ പ്ലോട്ട് വിടുന്ന രീതിയിലും അല്ലാതെ ഒരു പരിധി കൂടുതൽ ഇതേപോലെ ഖത്തർ ബേസ്ഡ് ആള് ഇതേപോലെ നമുക്ക്
നമുക്കറിയാം നമ്മളവിടെ സിനിമ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ അദ്ദേഹം അത് കാണുന്നത് പൈറേറ്റഡ് കോപ്പി വഴിയായിരിക്കും. അതെങ്ങനെയാണ് അവിടെ വരെ ഫസ്റ്റ് ഷോയിൽ എത്തിയതെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് അങ്ങനെ എത്താൻ സാധ്യത കുറവായതുകൊണ്ട് ഐ തിങ്ക് ഹി ഡിഡ്ന്റ് വാച്ച് ദ ഫിലിം. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഒരു റിവ്യൂ പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. സോ ദാറ്റ്സ് വൺ തിങ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഏത് തിയേറ്റേഴ്സാണെന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ചില തിയേറ്റേഴ്സിൽ ഫസ്റ്റ് ഹാഫ് നമ്മുടെ ക്രൂ ബൈ കണ്ട ഷോയിൽ, അതായത് ഡയറക്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ ക്രൂ ബൈ കണ്ട ഷോയിൽ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ് ടെക്നിക്കൽ സ്റ്റാഫായിട്ട് പോയി സംസാരിച്ചിട്ട് സെക്കൻഡ് ഹാഫിലായിരുന്നു വിഷ്വൽ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും കറക്റ്റ് ലെവലിലോട്ട് വന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയുക, ഇത് ഇവിടെ ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്യത്തില്ല, പക്ഷേ തിയേറ്റർ ഓണേഴ്സായിട്ട് ഞാൻ സംസാരിക്കും. കാര്യം എനിക്ക് ഉറപ്പുണ്ട് അവരിൽ പലരും ഇത് അറിഞ്ഞുപോലും കാണത്തില്ല ഇങ്ങനെ സംഭവിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇതെനിക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിട്ട് തിയേറ്റർ ഓണേഴ്സിനെ കണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. കാര്യം അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു സിനിമ നടന്ന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ തീർച്ചയായിട്ടും ദാറ്റ്സ് ഓൾസോ സംതിങ് ഐ വിൽ ബി ഡൂയിങ്. എൻ്റെ പറഞ്ഞ പോലെ, അതായത് എനിക്കൊരു പറ്റി കൂടി ഈ വ്ളോഗേഴ്സിൻ്റെ പേരെടുത്ത് പറയുന്നതിൽ ഇഷ്ടമല്ല. ബിക്കോസ് എൻ്റെ ഈ സിനിമ മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ ഒരു കാര്യമില്ല. അത് കാശ് വാങ്ങിയോ കാശ് വാങ്ങാതെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അപ്പോൾ പേഴ്സണൽ അജണ്ട വെച്ചിട്ടായിരിക്കും ഭയങ്കര ഇറ്റ് ഡസൻറ്റ് സൗണ്ട് ലൈക്ക് ക്രിറ്റിസിസം ഓർ നെഗറ്റീവ് റിവ്യൂ. ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന പോലെയാണ് പറഞ്ഞു പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദറ്റ്സ് ഫെയർ. നെഗറ്റീവ് പറയാൻ, പോസിറ്റീവ് പറയാൻ, യു കനോട്ട് കംപ്ലീറ്റ്ലി കിൽ ഓഫ് സമൺസ് വർക്ക്. ഈ ഒരു പ്രോജക്റ്റ് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും അതിൻ്റെ പറഞ്ഞതുപോലെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് ഇതിലൂടെ ഇനി ഇതേപോലെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറിന് വരാൻ കോൺഫിഡൻസ് വരട്ടെ. എനിക്കൊരു സിനിമ തന്നത് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറാണ്, പ്രോപ്പർട്ടല്ല. സോ അതേപോലെ പ്രൊഡ്യൂസേഴ്സ് ഇനിയും മലയാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. സിനിമകൾ അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊരു പ്രതീക്ഷയോടെ മാത്രമേ ഇരിക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഈസ് ഹെയ്റ്റ് ക്യാമ്പയിൻ. ഞാൻ ഒരുപാട് അഗൈൻ അതിന് ഡീറ്റെയിൽ പറയുന്നില്ല. അത്യാവശ്യം ഒരു ബയസ്, ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവിൽ കാണുന്ന ഏതൊരു മനുഷ്യനും എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ഹെയ്റ്റ്. അതായത് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വലിയ പെർഫോമർ ആണെന്നോ ഒരു വലിയ നടനാണെന്നോ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മേഖലയിൽ ഒന്ന് പഠിച്ച് എൻ്റെ പണി ചെയ്ത് പോകാൻ നോക്കുന്നതിനാണ്. ആ എൻ്റെ സിനിമയെ പോലും പല പല രീതിയിൽ സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ഒരു പരിധിക്കുള്ളിൽ എവിടെ നിന്നാണ് വരുന്നത്, രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ടോ പേഴ്സണലായിട്ടോ ഒക്കെ ആയിരിക്കും. അത് എന്നെ പറയുമ്പോഴത്തേക്കും എൻ്റെ ജോലിയെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ സ്വന്തം കാശ് മുടക്കി ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസറിനെയും അദ്ദേഹം വേറെ ആളത്തേക്ക് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ഓൾമോസ്റ്റ് 3-4 years ഓഫ് ഹിസ് ലൈഫ് ഈ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അത് അത്രയും കഷ്ടപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു. സിനിമ ഇറങ്ങിയ അതിൻ്റെ അടുത്ത ദിവസം തന്നെ കാണാത്ത ഒരു റിവ്യൂ ഇടുന്നു. ഇൻ എവറി വേ അവരോടത് ഫെയർ ആണ്. എനിക്ക് കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഐ ജസ്റ്റ് ഹോപ്പ് ഇങ്ങനെ ഒരു ബാക്കിംഗ് ഇല്ലാതെ വരുന്നവർക്ക് ഒരു സപ്പോർട്ട് കിട്ടട്ടെ. again ഒരു നെപ്പോ പ്രോഡക്റ്റാണ് ഈ ഇരുന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്നെടുത്ത് സഹായിക്കാനുള്ള ഒരു അവസ്ഥ പോലും അല്ല. ബട്ട് give them an opportunity to grow. അവരുടെ സിനിമയും ഒരു ഫെയർ ലെൻസിലൂടെ കാണുക. അതായത് ഇപ്പോൾ എന്നോടുള്ളൊരു ഇഷ്ടക്കുറവ് കൊണ്ട് വേറൊരാളുടെ കഷ്ടപ്പാടിനെ ഇല്ലാതെ ആക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞല്ലോ, ഏതെല്ലാം തരത്തിലാണ് ഹെയ്റ്റ് ക്യാമ്പയിൻ? അതൊരു ചേട്ടാ പറയുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുണ്ടോ? അതായത് വെറുതെ ഒന്ന് തുറന്നു പറയാമോ? അങ്ങനെ തുറന്നു പറയുന്നില്ല, വളരെ ഓബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ചേട്ടൻ തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിന്റെ അടിയിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന നെയിം കോളിംഗ് എന്തൊക്കെ രീതിയിലാണ്. അതായത് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെയും അമ്മയും, എൻ്റെ അച്ഛൻ വീട്ടിൽ ഒരു പബ്ലിക് ഫിഗർ ആണ് പറഞ്ഞോട്ടെ, എൻ്റെ അമ്മയും ചേച്ചിമാരെയും അമ്മ വരെ പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തില് ഈ പൊളിറ്റിക്കലി അതായത് എന്നെ ഒരു പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അതായത് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആയിരിക്കുന്ന അതേ പാർട്ടിയായിട്ട് ഈ ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഇഷ്ടം കൂടുതലില്ല. എനിക്ക് നല്ല വ്യക്തികൾ ഏത് പാർട്ടിയിൽ വന്നാലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഏത് പാർട്ടിയാണ് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ സംസ്ഥാനം ഒരു രാജ്യമാണ്. അപ്പോൾ വേറെ പൊളിറ്റിക്കലി നോക്കേണ്ട ആവശ്യമില്ല ഏത് പാർട്ടിയാണ് വരുന്നത്. മേ ബി ഇന്റർണൽ പൊളിറ്റിക്സ് ദേ മൈറ്റ് ഹാവ് റീസൺസ്. പാർട്ടി വന്നാലേ നല്ലതാവും എന്നൊക്കെ പറയാൻ അവർക്ക് പല കാരണങ്ങളിലാണ്.
ഞാനൊരു സാധാരണ പൗരനാണ്, എനിക്ക് എൻ്റെ നാട് നന്നായി മതി. സോ അങ്ങനെയുള്ള എനിക്കെതിരെ വരെ പൊളിറ്റിക്കലി ഇങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അച്ഛനെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാവാം, പക്ഷേ ഇപ്പം എൻ്റെ കരിയറിനെ അഫക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കിത് ആരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് അപ്പ് നിങ്ങളോടും പ്രേക്ഷകരോടും എന്താണ് ഇതിന് എനിക്കൊരു പോംവഴി എന്ന് ചോദിച്ചു. ഞാൻ ഓണസ്റ്റായിട്ട് എൻ്റെ ഒരു ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ട് നോക്കുന്ന ഒരാളാണ്. ഓക്കെ. എന്നിട്ട് പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. എന്തുവാണ് 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് പോസിറ്റീവ് റിവ്യൂവിന് 1 ലക്ഷമല്ല 12 ലക്ഷമാണ് പുള്ളിയുടെ റേറ്റ്. 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ ഒരു പടത്തിന് മിക്സഡ് റിവ്യൂ എന്നൊരു പടത്തിന് 12 ലക്ഷമാണ് ഈ പറഞ്ഞ കക്ഷി പറയുന്നത്. ഞാനൊരു 25 വർഷമായിട്ട് ഫിലിം ജേർണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇത് പലർക്കും തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇത് ആധികാരികമായിട്ട് പറയുന്നത്. ഒന്നാണ്. 2, തിയേറ്ററിൽ നിന്ന് 4-ാം ദിവസം പിൻവലിച്ചു എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? റീ റിലീസ് ചെയ്ത് റീ ഷൂട്ട് ചെയ്ത് റീ റിലീസ് ചെയ്യാനുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണോ അങ്ങനെ പിൻവലിച്ചത്? ആദ്യത്തെ ചോദ്യം ഒന്നും കൂടെ ഒന്ന് പറയാം. അതായത് 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് പോസിറ്റീവ് റിവ്യൂ പറയുന്നത്. 1 ലക്ഷം 12 ലക്ഷമാണ് പുള്ളിയുടെ ലേറ്റസ്റ്റ് റേറ്റ്. 2 ആഴ്ച മുമ്പ് മിക്സഡ് റിവ്യൂ പറഞ്ഞ ഒരു വലിയ പടത്തിന് പുള്ളി 12 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. മൊത്തം ട്വിറ്റർ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാവർക്കും കൂടി 2.5 കോടി രൂപയാണ് പ്രൊഡ്യൂസറും പറയുന്നത്. പക്ഷേ എന്നോട് ആവശ്യപ്പെട്ടത് വേറൊരാൾ മുഖാന്തരം എന്നോട് ആവശ്യപ്പെട്ടത് പടത്തിന്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് ആയിരിക്കാം. എന്നോട് ആവശ്യപ്പെട്ട എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് പുള്ളി നെഗറ്റീവ് റിവ്യൂ ഇടത്തില്ല, 1 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടത്തില്ല. അപ്പൊ ഒരുപക്ഷെ ഞാനൊരു ചെറിയ പ്രൊഡ്യൂസറാണ് എന്നുള്ള രീതിയിലായിരിക്കാം പുള്ളി ഒരിക്കലും ഡയറക്റ്റ് വിളിക്കില്ല. പുള്ളി അക്കൗണ്ട് ത്രൂ ഒന്നും സ്വീകരിക്കില്ല. ത്രൂ ക്യാഷ്. മനസ്സിലായി. ഇനി അടുത്തത് ഒന്നുകൂടെ പറയാമോ? അതായത് ഈ 4-ാം ദിവസം സിനിമ പിൻവലിച്ചത് റീഷൂട്ട് ചെയ്ത് റീ റിലീസ് ചെയ്യാനുള്ള ഒരു ഐഡിയ മനസ്സിൽ വെച്ചിട്ടാണ്. അല്ല, അത് എന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇതിപ്പം ഫസ്റ്റ് ഷോ തന്നെ ഇതിന്റെ സ്റ്റോറി പറയുന്നു, പിന്നെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ 150 രൂപ മുടക്കുവാണെങ്കിൽ നമുക്ക് ആ 150 രൂപ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അത് മുതലാകേണ്ടുന്നത് നമുക്കറിയാം. അത് മുതലായില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സിനിമ കാണത്തില്ല. അപ്പം അതിൻ്റെ ഒരു വീഴ്ച നമുക്ക് ഉണ്ടായെന്ന് കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയും നമ്മൾ അപ്പോൾ ഇനി അത് ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തി റീ റിലീസ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി CM-നെ കണ്ട് നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ടീമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇനി ഒരു ഉപദ്രവം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പോടെ കിട്ടിയെങ്കിലേ നമുക്കിത് ചെയ്യാനും പറ്റത്തുള്ളൂ. അല്ലാതെ വീണ്ടും ഞാൻ കുറച്ച് കാശ് കൂടെ മുടക്കി വീണ്ടും അതിനെ നശിപ്പിക്കുക, അത് പാടില്ലല്ലോ. അപ്പോൾ അത്തരത്തിലൊരു ഉറപ്പ് കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. അല്ലാതെ ഉദ്ദേശിച്ചതും അദ്ദേഹം വീണ്ടും ഒരു പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഇതിലോട്ട് സ്വന്തം കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായ ഒരാളാണ്. എന്തുകൊണ്ട്? നമ്മൾ പ്രേക്ഷകന് പ്രോമിസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലറാണ്. അതിന്റെ കഥ ഇതേപോലത്തെ പല ഈ യൂട്യൂബേഴ്സും വന്ന് വിട്ടതിന് വീണ്ടും സ്വന്തം തലയിലോട്ട് ആ ചെലവ് ഏറ്റെടുത്ത് പ്രേക്ഷകന് നമുക്ക് പ്രേക്ഷകനോട് ഉത്തരവാദിത്വമുണ്ട്. വീണ്ടും നമ്മുടെ ക്ലൈമാക്സ് ആണ് നമ്മുടെ പ്ലോട്ട് റിവീൽ ചെയ്യുന്നത്. നമ്മുടെ സിനിമയുടെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ഭാഗമാണ്. അത് വീണ്ടും ഷൂട്ട് ചെയ്യാനും അതിന്റെ ചേഞ്ചസ് വരുത്താനും സ്വന്തം കാശിട്ടാണ് വീണ്ടും ഈ പ്രൊഡ്യൂസർ ഇരിക്കുന്നത്. അത് പ്രേക്ഷകനോട് ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ പ്രേക്ഷകന് വേണ്ടിയാണ് ഞാനായാലും വേറെ ഏതൊരു നടനായാലും ഇതിലുള്ള ഏതൊരു ടെക്നീഷ്യനായാലും വർക്ക് ചെയ്യുന്നത്. കാര്യം അവരുടെ ഓണസ്റ്റായ അഭിപ്രായമാണ് നമ്മുടെ കരിയേഴ്സ് ഉണ്ടാക്കുന്നത്. എനിക്ക് അത്രേ ചോദിക്കാനേ ഉള്ളൂ. ഈ സത്യസന്ധമായി കണ്ട് നല്ലതും മോശവും പറയുന്ന പ്രേക്ഷകന് വേണ്ടി ഈ സിനിമ നമ്മൾ റീ-റിലീസ് whatever changes that's needed പ്രേക്ഷകന് വേണ്ടിയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ ക്വാളിറ്റി ഫസ്റ്റ് ഹാഫിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ കാണിച്ചു എന്ന് പറഞ്ഞു. അത് ഏത് ജില്ലയിലാണ്? അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും ഇത് കാര്യം സംഭവിച്ച ഒരിടത്തല്ലായിരുന്നു. അപ്പൊ എടുത്ത പേര് പറയുമ്പോഴും എനിക്ക് ഒരാളെയും ഇവിടെ ഇട്ട് എനിക്ക് അവരുടെ ക്രെഡിബിലിറ്റി സ്വാഭാവികമായിട്ടും ഏത് ഏരിയയിലാണ്? നോർത്ത് ഏരിയയിലാണോ അതോ കേരളത്തിലാണ്? അല്ല, എനിക്ക് ആരെയും സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ആർക്കെതിരെ നെഗറ്റീവ് എനിക്ക് കൊടുക്കണ്ട. അത് ദാറ്റ്സ് മൈ റെസ്പെക്ട് ടുവേർഡ്സ് ദം. അവരെ നേരിട്ട് കണ്ട് വളരെ ഓണസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തു, ഇത് ഇനി അടുത്ത തവണ ഉണ്ടാകുമ്പോഴത്തേക്കും പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണമെന്ന് മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ. കാര്യം ഓഡിയോയിലാണോ അതോ വീഡിയോയിലാണോ? വിഷ്വലി ആൻഡ് ഓഡിയോ വൈസ്. ഫസ്റ്റ് ഹാഫിൽ ഡയറക്ടർ തന്നെ ലാസ്റ്റ് വേ പറഞ്ഞ് അത് മാറ്റിയപ്പോഴത്തേക്കും സിനിമ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലോട്ട് വന്നായിരുന്നു. അയ്യാൻ ഇത് ഒരു കാര്യം മാത്രമല്ലല്ലോ, ഈ വനിതാ നീതിയുടെ കാര്യം പറഞ്ഞതുപോലെ അത് ഞാൻ വേറൊന്നും പറയുന്നില്ല. സം ടെക്നോളജിക്കൽ ഗ്ലിച്ച്, എനിക്ക് അറിയത്തില്ല എന്താണ് ടെക്നിക്കൽ ഗ്ലിച്ച്. ഞാൻ വരെ അന്ന് May 8 രാവിലെ 9 മണിക്ക് മുന്നേ വരെ എടുത്ത് നോക്കിയപ്പോഴും
12:45 ഷോയിന്റെ ബുക്കിംഗ് ടൈം കാണിച്ചത്. 9 മണി കഴിഞ്ഞ് പെട്ടെന്ന് അത് 10 മണിയിലോട്ട് ആവുക. എന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ വരാൻ കുറെ പേരുണ്ടായിരുന്നു, അവർക്ക് പോലും വന്ന് കാണാൻ പറ്റിയില്ല. അപ്പോ ഇതുപോലെ വേറൊരു സിനിമയ്ക്ക് സംഭവിക്കുന്നതിന് ഇതുവരെ സത്യം പറഞ്ഞാൽ കേട്ട് അറിയത്തോലില്ല. എന്താ സംഭവിച്ചതെന്ന് എങ്ങനെയാ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇങ്ങനൊരു ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്തു, അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആൻഡ് ഇതൊക്കെ ഇനി എന്തായാലും we cannot run behind something that's already gone. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പ്രേക്ഷകരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് നേരത്തെ പറയുന്നത്, പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സിനിമയിൽ വരുത്തേണ്ട ചേഞ്ചസ് വരുത്തി പ്രേക്ഷകന് ആ 150 രൂപ കൊടുത്ത് പോകുമ്പോഴത്തേക്കും അതിന് തോന്നിക്കുന്ന ഒരു സിനിമ ഡെലിവർ ചെയ്യാനാണ് നമ്മൾ ചെയ്യാനുള്ള എല്ലാ വഴിയും നോക്കുന്നത്. നമ്മൾ പറയുമ്പോൾ മെയിനായിട്ട് ഇദ്ദേഹം വീണ്ടും ഒരു റിസ്ക് എടുത്താൽ ചെയ്യുന്നത്. സോ എനിക്ക് ഇദ്ദേഹത്തോട് നന്ദി പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ മാധവ് പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും റിസ്ക് എടുത്ത് വീണ്ടും കാശ് മുടക്കുവാണ് എന്ന് പറഞ്ഞല്ലോ. അതിൽ ചെറിയ ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നഷ്ടപ്പെട്ട പൈസ വീണ്ടെടുക്കാനായിട്ട് ആരാണോ നഷ്ടപ്പെടുത്തിയത് അവരിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് ഞാൻ നിയമപരമായി അതിനെ നേരിടും. അത് ഒരു വശം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് കടക്കുക എന്നുള്ളത്. ഇതൊന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിക്കും. ഓക്കെ, ഒരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി വന്നു, സിനിമാ മന്ത്രി വന്നു, അവരോട് പരാതിപ്പെടുന്നതിനോടൊപ്പം സിനിമയിൽ നമുക്ക് ഒരുപാട് സംഘടനകളുണ്ട്, പ്രൊഡ്യൂസേഴ്സ്. ആ സംഘടനകൾക്ക് എല്ലാം കൂടെ വിചാരിച്ചാൽ ഈ റിവ്യൂ ബോംബിങ്ങിനെ ഒരു ഉന്മൂലനം ഉണ്ടാക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും പറ്റും. അത് അറിയാലോ, ഏത് എല്ലാ മേഖലയിലും പിന്നെ നല്ലതും ചീത്തയും ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചിലതൊക്കെ തടയാനും പറ്റത്തില്ല, ചിലതൊക്കെ തടയാനും പറ്റും. ഓക്കെ, നല്ലത് പറഞ്ഞ അതേ കാര്യം, എല്ലാ മേഖലയിലും അതിൻ്റെതായ നല്ലതും മോശവും ഉണ്ട്. ഈ റിവ്യൂസിനിടയ്ക്ക് തന്നെ ഇത് ഓണസ്റ്റായിട്ട് ചെയ്ത് അവരുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഏത് ഒരു സിനിമേനെയും അനാവശ്യമായിട്ട് മോശം പറയാതെ സത്യമായ അഭിപ്രായം പറഞ്ഞു പോകുന്ന റിവ്യൂവേഴ്സും ഉണ്ട്. അപ്പൊ അവരുടെ അവരുടെ തൊഴിലും കൂടെ ഇല്ലാതാക്കി കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇത് സെലക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാര് അതേപോലെ അവർ ചെയ്യുന്ന മിസ്റ്റേക്കിന് നമ്മൾ അതിനുള്ള ലീഗൽ ആക്ഷൻ സീക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം ഇത് ആദ്യം തന്നെ ഉണ്ടാകുന്നത് ഇത് അവസാനത്തെ സിനിമ ആക്കാനാണ്, ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന അവസാനത്തെ സിനിമയാക്കി മാറ്റാനേ നമ്മൾ ശ്രമിക്കുന്നത്. ഇനിയും നല്ല സിനിമകൾ ഇറങ്ങാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഇൻഡിപെൻഡന്റ് ആയ പ്രൊഡ്യൂസേഴ്സിന് റിസ്ക് എടുക്കാൻ തോന്നണം. അതിനുള്ള ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് സേഫ്റ്റി മലയാളം സിനിമ കൊടുക്കണം. ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഈ പറഞ്ഞ പർട്ടിക്കുലർ റിവ്യൂവേഴ്സിന്റെ റിവ്യൂ അല്ലെങ്കിൽ പടത്തിന്റെ ഞാൻ കണ്ടതാണ്, സിനിമയെക്കാട്ടിലും അവരെല്ലാം അറ്റാക്ക് ചെയ്തത് മാധവിനെയാണ്. അതിന്റെ റീസൺ എന്താണ്? ഇനി അത് പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ മാധവൻ എന്ത് ചെയ്യാൻ? ഇപ്പൊ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എന്റെ അഭിനയമായിരിക്കും. ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ഹിറ്റ് സിനിമ ഡെലിവർ ചെയ്തിട്ടില്ല. മേ ബി ഐ ആം ജസ്റ്റ് ലേണിംഗ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതുവരെ ഞാൻ ഒരിടത്തും പോയി ഞാൻ വലിയൊരു ആക്ടർ ആണെന്നോ പ്രേക്ഷകനാണ് ഏതൊരു ആക്ടറിനെയും സൂപ്പർ സ്റ്റാർ ആക്കുന്നതെന്ന് പറയുന്ന ഒരു സത്യമാണ്. പ്രേക്ഷകൻ കണ്ടിഷ്ടപ്പെട്ട് തീരുമാനിക്കുന്ന ആളാണ് അവളൊരു സൂപ്പർ സ്റ്റാർ ആവുന്നത്. ആളുടെ പെർഫോമൻസ് നല്ലതേ ഉള്ളൂ. അപ്പൊ അതേപോലെ എന്തെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ അതൊന്ന് പ്രേക്ഷകൻ തിരിച്ചറിഞ്ഞാൽ അങ്ങനെ എനിക്കൊരു സൂപ്പർ സ്റ്റാർ ആവാൻ താല്പര്യം. നമ്മളിൽ അഭിനയിക്കുന്നവരെല്ലാവരും മുകളിലെത്താൻ തന്നെയല്ലേ അഭിനയിക്കുന്നത്. ആ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ വഴിയാണ് ആ വഴി, ഞാൻ തെളിയിക്കാൻ നോക്കാമെന്ന് പറഞ്ഞതിന് വരെ എന്നെ പ്രേക്ഷകൻ സൂപ്പർ സ്റ്റാർ ആക്കണം എന്ന് ഞാൻ ആക്ഷേപിച്ച പോലെയാണ് പല ചാനൽസും അതിനെപ്പറ്റി ഇട്ടിട്ടുള്ളത്. That's okay. Again, manipulation, but that's okay. അതൊരു കാരണമാണ് again BJPക്കെതിരെ ഉള്ള ഒരു ജനറൽ കേരളയിലുള്ള ഒരു ഡിസ്ലൈക്ക്. എനിക്കൊരു അഭിപ്രായമില്ല അതിനെപ്പറ്റി, എന്തായാലും ആയിക്കോട്ടെ. അതിന്റെ പുറകിൽ എൻ്റെ അച്ഛനൊരു BJP മിനിസ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ പുറകിൽ വരുന്ന ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ടാർഗറ്റിംഗ് ആയിരിക്കാം. പക്ഷെ ഗോകുലിന് ഇത്രയും അറ്റാക്ക് വരുന്നില്ല, അതെന്തുകൊണ്ടായിരിക്കും? ചേട്ടൻ എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരിക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്സ്. ഐ എം ലേണിംഗ്. എനിക്ക് എന്റെ ഫസ്റ്റ് സിനിമയിലോ സെക്കൻഡ് സിനിമയിലോ തേർഡ് സിനിമയിലോ വന്നൊരു വലിയ കിടിലൻ പെർഫോമൻസ് ഡെലിവറി ചെയ്യുന്ന ഒരു നല്ല ആക്ടറൊന്നും അല്ല ഞാൻ പഠിച്ചു വരിക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇനി അങ്ങോട്ടുള്ള ഒരു ജേർണി എങ്ങനെ? ഹീറോ ആണോ അതോ ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യും? ഹീറോ ക്യാരക്ടറൊന്നും ഇല്ല. നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത്. സോ ഐ എം ജസ്റ്റ് ലുക്കിംഗ് ടു വർക്ക് ഇൻ ഗുഡ് പ്രോജക്ട്സ്. ഐ എം ലുക്കിംഗ് ടു ലേൺ ആസ് ആൻ ആക്ടർ. എനിക്കൊരു നമുക്ക് ചെയ്തല്ലേ പഠിക്കാൻ പറ്റും. ഈ പണി ഏതൊരു കോച്ചിങ് ക്ലാസ്സിന് പോയാലും ചുമ്മാ ഇൻഫർമേഷൻ വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖല അല്ലേ. എനിക്ക് അതേപോലെ അവസരം കിട്ടുമെന്ന് എന്റെ നല്ലതിന് വേണ്ടി ഞാനും എൻ്റെ കുടുംബം പ്രാർത്ഥിക്കും. ഞാൻ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്ന ഒരാളാണ്. സോ
എന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒന്ന് അനുവദിക്കണം. ഇതുവരെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഏതൊരു ടീമെടുത്ത് ചോദിച്ചാൽ എൻ്റെ പെർഫോമൻസിനെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും, എൻ്റെ കമ്മിറ്റ്മെന്റിനെ ഒരിക്കലും അവർക്ക് പറയാൻ പറ്റത്തില്ല. വൺസ് ഐ മെൻ 100% and I work to be. അത് കണ്ടായിരിക്കും എനിക്കിപ്പോൾ ഒരു 3ാമത്തെ സിനിമ കൂടെ കിട്ടിയത്. അതേപോലെ 4ാമത്തെ സിനിമ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹിച്ചോളാം. എൻ്റെ കരിയർ നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് തെറ്റുണ്ട്. അതേപോലെ ഞാൻ പരിശ്രമിക്കും ഒരു ആക്ടറായിട്ട് ബെറ്റർ ആവാനും. ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, മീഡിയയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊളിറ്റിക്കലി എൻ്റെ ചോദ്യം ചോദിക്കരുത്, എനിക്ക് വെറുതെ തെറി കേൾക്കും. പക്ഷെ ഞാനിപ്പോൾ ന്യൂട്രലായിട്ടാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സത്യസന്ധമായ അഭിപ്രായമാണ്, ഐ ആം ന്യൂട്രൽ. പക്ഷെ എനിക്ക് ന്യൂട്രലായിട്ട് പറയുന്നത് പോലും അതിനെ തെറിവിളിക്കാൻ ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ എനിക്ക് ഒരു ജനറൽ, നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഹേറ്റ് ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞത്. ഒരു ന്യൂട്രലി പറയുന്ന അഭിപ്രായത്തിനെ വളച്ചൊടിക്കാൻ പറ്റണമെങ്കിൽ അത് ഹേറ്റ് ക്യാമ്പയിനിങ് തന്നെയാണ്. അതെനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ തെളിവോടെ കുറേ കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു മനുഷ്യനെന്ന നിലയിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. വീട്ടിലെല്ലാവരും സിനിമ കണ്ടോ? സുരേഷ് ചേട്ടനും അമ്മയും? അച്ഛനും ചേട്ടനും കണ്ടിട്ടില്ല. അമ്മ കണ്ടു. ചേട്ടൻ ഷൂട്ടിലായിരുന്നു, അച്ഛൻ ഡൽഹിയിലായിരുന്നു. അമ്മയും ചേച്ചിമാരും പോയി കണ്ടു, അമ്മൂമ്മ കണ്ടു, അമ്മാവൻ. എന്തായിരുന്നു അവരുടെ? അവർക്ക് അത്യാവശ്യം ഒരു ഇറ്റ്സ് എ ഗുഡ് എന്ന അഭിപ്രായമായിരുന്നു. അവരും അഗൈൻ 10 out of 10 സിനിമ ഒന്നുമില്ല, നമ്മളത് പറയുന്നില്ല. നമ്മളൊരു നല്ല സിനിമ ഇറക്കി എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അവർ അത്ര തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരും നമ്മുടെ ഉള്ള വർക്കിനെ എക്സാജറേറ്റും ചെയ്യുന്നില്ല, പക്ഷെ അനാവശ്യം താത്തി കാണിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ബിക്കോസ് വി നോ ദ വർക്ക് ആണ് അറിയിക്കാൻ പറ്റില്ല, നമ്മളായിട്ടൊന്നും ചെയ്തതല്ല. പക്ഷെ ഒരു റിവ്യൂവോ ഒരു ബ്ലോഗറോ കാരണം ഇപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസറിന്റെ കാശിട്ട് വീണ്ടും സിനിമയിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അദ്ദേഹത്തിനോട് ചെയ്ത തെറ്റല്ല. അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ഹി ഹാസ് ഹിസ് ബേസിക് റൈറ്റ്സ്. അദ്ദേഹത്തിന്റെ പ്രൊപ്രൈറ്ററി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി പറയാൻ പാടില്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്തു. കോപ്പിറൈറ്റ് ഇഷ്യൂസ് പോലത്തെ രീതിയിൽ എനിക്ക് അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽ പറയത്തില്ല. അദ്ദേഹം ഒരു ലോയർ ഓൾസോ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അപ്പോൾ റീഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ റീസെൻസർ ഉൾപ്പെടെ ഒരുപാട് കടമ്പകൾ ഇല്ലേ? ആ എല്ലാ ബുദ്ധിമുട്ടിലൂടെയും പോകാൻ നമ്മൾ തയ്യാറാണ്. ആസ് ലോങ് as we know this time we will get a fair shot. നമ്മൾ അത്രേ ചോദിക്കുന്നുള്ളൂ, one fair chance. തിയേറ്റർ ഇഷ്യൂസ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. Vaguely we touched every point. ഇങ്ങനെ ഇഷ്യൂസ് ഇല്ലാതെ സാധാരണ ഒരു സിനിമ ഇറങ്ങി പോകുന്ന ഒരു പ്ലാറ്റ്ഫോമേ നമ്മൾ ചോദിക്കുന്നു. പ്രേക്ഷകൻ തരുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ്. അതിനുവേണ്ടിയാണ് എല്ലാവരെയും വിളിച്ച് ഇതൊന്ന് പ്രേക്ഷകരിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പുതിയ റിലീസ് നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഇത്രയും സ്റ്റെപ്സ്, അതായത് റീസെൻസറിങ്, അതിനുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന. ഞാൻ പോലും ഇപ്പൊ എല്ലാ ഇൻഫർമേഷൻ പറയാൻ എനിക്ക് അത്ര ടെക്നിക്കൽ നോളജ് ഇല്ല. പക്ഷെ ഇതെല്ലാം ചെയ്തു വരുന്നതിന് മിനിമം ഒരു കാലാവധിയുണ്ട്, ഒരു 2 മാസം കാലാവധിയുണ്ട്. അതിനിടയ്ക്ക് ഈ എക്സ്റ്റേണലി വരുന്ന ഇഷ്യൂസിനെല്ലാം ഇതൊക്കെ നോക്കാൻ ഈ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും എല്ലാവരും ഉള്ളൂ. സോ we're trying our best എത്രയും പെട്ടെന്ന് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. അത് എല്ലാം നല്ല രീതിയിലാവട്ടെ എന്നൊരു പ്രാർത്ഥനമാണ്. അത് ഇപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കും അടുത്ത് റീ റിലീസ് ഉണ്ടാകുക. മാംഗോ മൂവി ഇതേ ബാങ്ക് തന്നെയാണോ? സെയിം ബാങ്കാണോ? സെയിം ബാങ്ക്? അതെ അതെ, ട്രിയാനി പ്രൊഡക്ഷൻസ്. Okay, so thank you very much. Thanks so much.